ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രമേശ് ചെന്നിത്തല പരാമർശിച്ച വ്യവസായിയുടെ മൊഴി പുറത്തായിരിക്കുന്നു. ശബരിമലയിലെ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തി എന്നാണ് ആ മൊഴി. ശബരിമലയിലെ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ വാങ്ങിയത് ഡീമണി എന്നറിയപ്പെടുന്ന ചെന്നൈ സ്വദേശിയാണ്. ആരാണ് ഈ ഡീമണി? അന്വേഷണം ഡീമണിയിലേക്ക് ചെല്ലുന്നു. വിഗ്രഹങ്ങൾ കടത്തുന്നത് 2019-20 കാലത്താണ് എന്ന് പറഞ്ഞാൽ പത്മകുമാറും വാസുവും ഒക്കെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായിട്ടിരിക്കുന്ന സമയത്ത് ഡീമണി പുരാവസ്തു കടത്ത് സംഘത്തിന്റെ ഭാഗമാണെന്നറിയുന്നു. വിഗ്രഹക്കടത്തിന്റെ പണം കൈമാറിയത് 2020 ഒക്ടോബർ 26-ാം തീയതിയാണ്. എന്ന് വെച്ചാൽ ആ സമയത്ത് വാസുവാണ് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായിട്ടുള്ളത്. ഇടനില വഹിച്ചത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. ഡീമണി പണവുമായി തിരുവനന്തപുരത്ത് എത്തിയെന്നും പണം വാങ്ങിയത് ശബരിമലയുമായി ബന്ധമുള്ള ഒരു ഉന്നതനാണെന്നും അറിയുന്നു. പണം കൈമാറിയപ്പോൾ ഉണ്ടായത് ഉന്നതനും പോറ്റിയും ഡീമണിയും മാത്രമാണ് എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ടി വി പ്രസാദ്, വളരെ നിർണായകമായ മൊഴിയാണ്. നമ്മളും കുറച്ച് ദിവസങ്ങളായിട്ട് കാത്തിരിക്കുകയായിരുന്നു. എന്താണ് രമേശ് ചെന്നിത്തല കൊടുത്ത മൊഴി? എന്താണ് രമേശ് ചെന്നിത്തല പറഞ്ഞ ആ വ്യവസായി കൊടുത്ത മൊഴി എന്നുള്ളത്? വ്യവസായി കൊടുത്ത മൊഴിയിൽ പറയുന്നത് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. ഇതുവരെയൊക്കെ നമ്മൾ വിഗ്രഹത്തിന്റെ പുറത്തുള്ള ദ്വാരപാലക ശില്പത്തെക്കുറിച്ചും കട്ടളപ്പാളിയെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ വിഗ്രഹങ്ങൾ തന്നെ കടത്തിയിരിക്കുന്നു. 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ സന്നിധാനത്ത് നിന്ന് കടത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഡീമണി എന്ന് പറയുന്ന ഒരു പുതിയ കഥാപാത്രത്തെ കൂടി പറയുന്നു. അയാൾ പണം കൊടുത്തത് തിരുവനന്തപുരത്ത് വെച്ചാണെന്ന് പറയുന്നു. അവിടെ ഒരു ഉന്നതനും ഈ പോറ്റിക്കൊപ്പം ഡീമണിക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു. അത് വളരെ പ്രധാനപ്പെട്ട നിർണായകമായ മൊഴിയായി മാറുകയാണോ? ഇത് സ്വർണ്ണക്കൊള്ള ഭാഗം 2 ആണോ നമ്മളിപ്പോൾ കേൾക്കുന്നത്? ഉറപ്പായും അരുൺ, ഗുരുതരമായ ഒരു കണ്ടെത്തലാണ് ഇപ്പോഴുള്ളത്. ആ രമേശ് ചെന്നിത്തല കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ആ വ്യവസായിയെ ചോദ്യം ചെയ്ത് മൊഴിയെടുത്തതിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയ വിവരങ്ങളാണ്. നമ്മൾ തുടക്കത്തിൽ തന്നെ സംശയിച്ചിരുന്നു അരുൺ. നമ്മൾ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു, ആദ്യം ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളെക്കുറിച്ച് മാത്രമായിരുന്നു ആദ്യം അന്വേഷണം ഉണ്ടായിരുന്നത്. പിന്നീട് കട്ടിളപ്പടിയുടെ മാസ്റ്റർ പുറത്തുവിട്ടത് റിപ്പോർട്ടറാണ്. അതിന് പിന്നാലെയാണ് കട്ടിളപ്പടി അന്വേഷണത്തിന്റെ ഭാഗമാകുന്നത്. ആ സമയത്ത് തന്നെ ശബരിമലയിലെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചുള്ള സംശയങ്ങൾ നമ്മൾ ഉന്നയിച്ചിരുന്നു. അതായത് ശ്രീകോവിലിന്റെ പ്രധാന വാതിൽ, ആ പ്രധാന വാതിൽ ഇതുവരെയും കൃത്യമായി അന്വേഷണ പരിധിയിലേക്ക് വന്നില്ല. അത് ഹൈക്കോടതി ഉൾപ്പെടെ പറഞ്ഞതാണ്. ഇത് മാത്രമല്ല അരുൺ, 2007 ശേഷം, ഉദാഹരണം പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ വന്നതിന് ശേഷം ശബരിമലയിൽ നടന്ന പല നിർമ്മാണങ്ങൾ പലതും മാറ്റിയെടുക്കൽ, സ്വർണം പൂശൽ. ഉദാഹരണം പറഞ്ഞാൽ ആദ്യം മാറ്റുന്നത് പഴയ തിരുവാഭരണ പെട്ടിയാണ്. എന്തിനത് മാറ്റി എന്ന കാര്യം ആർക്കും അറിയില്ല. പിന്നാലെ സ്വർണം പൊതിഞ്ഞ കൊടിമരം മാറ്റുന്നു. ആ കൊടിമരം എന്തിനു മാറ്റി എന്ന കാര്യം ആർക്കും അറിയില്ല. ആ കൊടിമരത്തിന്റെ മുകളിലുണ്ടായിരുന്ന വാജിവാഹനം മാറ്റുന്നു. അത് എന്തിനെന്ന് ആർക്കും അറിയില്ല. കൊടിമരത്തിന്റെ താഴെ ഉണ്ടായിരുന്ന അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങൾ മാറ്റുന്നു. അത് മാറ്റിയതും എന്തിനാണെന്ന് ആർക്കും അറിയില്ല. ശബരിമലയിലെ 2 കൂറ്റൻ മണികൾ ഉണ്ടായിരുന്നു. ആ മണികൾ അവിടുന്ന് കൊണ്ടുപോയി പുതിയ 2 മണികൾ സ്ഥാപിച്ചത് എന്തിനാണെന്ന് ആർക്കും അറിയില്ല. ശബരിമലയിലെ 18 പടികളും അവിടെ നിന്ന് മാറ്റുന്നു. ആ 18 പടികളും എന്തിനാണ് പുതുക്കി നിർമ്മിച്ചത് എന്ന കാര്യവും ആർക്കും അറിയില്ല. ഒടുവിലാണ് 2025 ദ്വാരപാലക വിഗ്രഹങ്ങളിലൂടെ, കട്ടിളപ്പടിയിലൂടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള പുറം ലോകത്തെത്തുന്നത്. അപ്പോഴും പ്രത്യേക അന്വേഷണ സംഘം തടഞ്ഞു നിൽക്കുന്നത് ദ്വാരപാലക വിഗ്രഹങ്ങളിലും കട്ടിളപ്പടിയിലും മാത്രമാണ്. ഇന്നിപ്പോഴിതാ അതേ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ മുന്നിലേക്ക് ഒരു വ്യവസായിയുടെ മൊഴി വരുന്നു. ശബരിമലയിലെ 4 പഞ്ചലോഹ വിഗ്രഹങ്ങൾ വിൽപ്പന നടത്തിയിരുന്നുവെന്ന്. ആ വിൽപ്പനയുടെ തുക 2020 ഒക്ടോബർ മാസം 26-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് കൈമാറിയിരുന്നുവെന്ന്. ആ പണം കൊടുത്തത് ശബരിമലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ശബരിമലയുമായി ബന്ധമുള്ള ഒരു ഉന്നതനാണ് എന്ന വിവരം കൃത്യമായി പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന ആളുകൾ, ചെന്നൈയിലെ ഡീമണി അടക്കം, ശബരിമലയുമായി ബന്ധമുള്ള ഉന്നതനടക്കം ആരാണെന്ന വ്യക്തമായ ബോധ്യത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം വരുന്നു എന്നുള്ളതാണ് അരുൺ ഞെട്ടിക്കുന്ന വിവരം. ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളിൽ അടങ്ങിയിരിക്കുന്ന സ്വർണം മാത്രമല്ല, കട്ടിളപ്പടിയിലെ സ്വർണം മാത്രമല്ല, ശബരിമലയിലെ പലതും അവിടെ നിന്ന് പോയി എന്നതിന്റെ തെളിവിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം നീങ്ങുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇനി എത്ര കണ്ട് മുന്നോട്ട് പോകാൻ പറ്റും എന്ന കാര്യത്തിൽ ഇനി വരും നാളുകൾ മാത്രമേ നമുക്കറിയാൻ കഴിയൂ. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ചർച്ച ചെയ്യുന്ന
ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളിലെ സ്വർണവും കട്ടിളപ്പടിയിലെ സ്വർണവും മാത്രമല്ല, ഞാൻ നേരത്തെ പരാമർശിച്ച ഓരോ പുനരുദ്ധാരണത്തിലും ഓരോ മാറ്റങ്ങളിലും ഒരുപാട് സ്വർണവും ഒരുപാട് അമൂല്യ വസ്തുക്കളും പുരാതന മൂല്യമായി കോടികൾ വില പറയുന്ന, അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടികൾ വില പറയുന്ന സാധനങ്ങൾ ശബരിമലയിൽ നിന്ന് മറിഞ്ഞു പോയിട്ടുണ്ട് എന്നതിന്റെ തെളിവിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത്. അരുൺ, ടി വി പ്രസാദ്, അതിന്റെ അർത്ഥം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ ഇതുവരെ കണ്ടതല്ല, ഇതിനും അപ്പുറത്തുള്ള ഗൗരവമേറിയ വിഷയമുണ്ട് എന്നുള്ളതാണ് മൊഴികളിൽ തെളിയുന്നത്. അത് കേവലം സ്വർണം അടിച്ചു മാറ്റുന്ന ഒരു പദ്ധതിയായിരുന്നില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് എന്നുള്ളതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരണം. ഒരു ഉന്നതൻ തിരുവനന്തപുരത്ത് ഈ ഡി മണിയുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തി. ആ തീയതി അടക്കമാണ് ഈ വ്യവസായി ഇപ്പോൾ മൊഴിയായിട്ട് കൊടുത്തിരിക്കുന്നത്. 2020 ഒക്ടോബർ മാസം 26-ാം തീയതി 2020 ഒക്ടോബർ മാസം 26-ാം തീയതി തിരുവനന്തപുരത്താണ് ഡി മണി പണവുമായി എത്തുന്നത്. അവിടെ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഈ ഉന്നതനും ഈ ഡി മണി പണം കൈമാറുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. അതായത് അത് സ്വർണം കക്കാനുള്ള പരിപാടിയായിരുന്നില്ല എന്നുള്ളതാണ്. നേരത്തെ സുഭാഷ് കപൂർ മാതൃകയിലുള്ള ഒരു കൊള്ളയാണോ ഇവിടെ നടന്നത് എന്ന് ഹൈക്കോടതി ചോദിച്ചതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തുവരുന്നത്. ഈ വ്യവസായി പറഞ്ഞ മൊഴി ശരിയാണെങ്കിൽ ആ ഉന്നതൻ ആരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സസ്പെൻസ്. നേരിട്ട് പണം കൈപ്പറ്റിയ ഉന്നതനിലേക്ക് അന്വേഷണം എത്തുമോ എന്നുള്ളതാണ്. അതാര് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അയാൾക്ക് എന്ത് ബന്ധം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എങ്ങനെയാണ് ഇയാൾ ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയതിന് പണം വാങ്ങുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അപ്പോൾ സ്വർണവുമായി ബന്ധപ്പെട്ട വിഷയമല്ല ഇത്. ഇപ്പോൾ ദ്വാരപാലക ശില്പപാളികളിൽ നിന്ന് മാറി നേരിട്ട് പഞ്ചലോഹ വിഗ്രഹങ്ങൾ അവിടെ നിന്ന് കടത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെറിയ പുള്ളിയല്ല എന്ന് കോടതി നിരീക്ഷിച്ചത് സത്യമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ബിഗ് ഗൺസ് ഉണ്ട് എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചത് സത്യമാണ്. ആ ഉന്നതനാര് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എത്ര കോടി രൂപയുടെ അല്ലെങ്കിൽ എത്ര ലക്ഷം രൂപയുടെ ഇടപാടാണ് അന്ന് തിരുവനന്തപുരത്ത് വെച്ച് നടന്നത് എന്നത് അറിയണം. ഒരു ഉന്നതനും ഡീമണിയും പോറ്റിയും മാത്രമാണ് പണം കൈമാറുമ്പോൾ തിരുവനന്തപുരത്തുണ്ടായിരുന്നത് എന്നതാണ് വ്യവസായി കൊടുത്തിരിക്കുന്ന മൊഴി. ആ മൊഴിയാണ് രമേശ് ചെന്നിത്തലയും SITക്ക് നൽകിയത്. രമേശ് ചെന്നിത്തല പറഞ്ഞ ആ വ്യവസായിയുടെ മൊഴിയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ ചർച്ചയാകാൻ പോകുന്നത് സ്വർണ്ണപ്പാളിക്കപ്പുറത്തേക്ക് പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ്. ഇനി ആ മൊഴിയിലെ വസ്തുത പരിശോധിക്കണം. ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ ആരാണ് ഈ ഉന്നതനെന്ന് തിരിച്ചറിയണം. ഉന്നതൻ എത്ര ലക്ഷം അല്ലെങ്കിൽ കോടി രൂപയ്ക്കാണ് ഈ പഞ്ചലോഹ വിഗ്രഹങ്ങൾ കടത്തിയിട്ടുണ്ടെങ്കിൽ കടത്തിയത് എന്നത് മനസ്സിലാക്കണം.